ഇന്ന് നമുക്ക് വളരെ ക്രിസ്പി ആയിട്ടുള്ളതും അതുപോലെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു വെണ്ടക്ക ഫ്രൈ എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടപ്പെടും അവർക്ക്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 250 ഗ്രാം വെണ്ടക്ക എടുത്തിട്ടുണ്ട്. വെണ്ടക്ക നമ്മൾ സാധാരണ പച്ചക്കറികളൊക്കെ കുതിർത്തി വെക്കുന്ന പോലെ ഞാൻ അല്പം മഞ്ഞൾപ്പൊടിയിൽ വിനീഗറും ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് സമയം കുതിർത്ത് വെച്ച് നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുത്താണ്. വെണ്ടക്ക എടുക്കുമ്പോൾ എപ്പോഴും അധികം മൂത്ത് പോകാത്ത വെണ്ടക്ക നോക്കി എടുക്കുക. നമുക്കിത് അതാ കട്ട് ചെയ്യുന്ന പോലെ അതിനേലും കുറച്ചും കൂടെ ഒരു നീളത്തിലായിട്ട് കട്ട് ചെയ്യണം. നമ്മൾ സാധാരണ വെണ്ടക്ക ചെറിയ വട്ടത്തിൽ അരിഞ്ഞിട്ടാണ് ഫ്രൈ ആക്കാറുണ്ട്, മൊരിച്ചെടുക്കാറുണ്ട്. ഇത് കുറച്ച് നീളത്തിൽ തന്നെ അരിഞ്ഞെടുത്ത്, ഒരുപാട് തിന്നായിട്ട് പോകണ്ട. അപ്പോൾ പെട്ടെന്ന് ഒടിഞ്ഞ് ഫ്രൈ ആയി വരുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഇതുപോലെ ഒരളവിലായിട്ട് എടുത്ത് അരിഞ്ഞെടുത്താൽ മതി നമുക്ക്. അതുപോലെ നമുക്ക് എല്ലാ വെണ്ടയ്ക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 1/4 കിലോ വെണ്ടയ്ക്കാണിത് ഞാൻ. ഇതിൻ്റെ ആ വശം ഭാഗം മാത്രം കളഞ്ഞാൽ മതി കേട്ടോ, തുമ്പ് വശം കളയണമെന്നില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു 2 ടീസ്പൂൺ നിറയെ കടലപ്പൊടി എടുക്കുക. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നിറയെ കോൺഫ്ലോർ ഇടുമ്പോൾ കുറച്ച് നല്ല ക്രിസ്പി ആയിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടീസ്പൂൺ മൈദ ഇട്ടാലും മതി. പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട്, ഒരു ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ചാട്ട് മസാല പൗഡറാണ്. അപ്പോൾ ഇതിന് ചാട്ട് മസാല ഈ പൗഡർ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കുള്ളൂ ഫ്രൈ ചെയ്തതിന്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അല്പം കായപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ ഉപ്പിൻ്റെ വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉപ്പിൻ്റെ പൊടിയാണ് ഇടുന്നുണ്ടെങ്കിൽ അതിലേക്ക് 1 അതോ 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് ഇതൊന്ന് വെറ്റാക്കി എടുക്കണം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് എല്ലാവരും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. എല്ലാ ചേരുവയും നന്നായിട്ട് മിക്സായി വരട്ടെ. അതിൻ്റെ കൂടെ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ വെണ്ടക്ക പതുക്കെ തന്നെ അധികം ഉടഞ്ഞു പോകാതെ നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെണ്ടക്കയിൽ ഇനി അല്പം വെള്ളം ഉണ്ടെങ്കിൽ അപ്പോൾ അത് നോക്കിയതിന് ശേഷം ഇത് മിക്സ് ആക്കുമ്പോൾ വേണമെങ്കിൽ 1 ടീസ്പൂണോ 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഓവർ വെള്ളം ഒഴിക്കരുത്. അപ്പോൾ ഈ മസാല വെണ്ടക്കയിൽ പിടിച്ച് വരണം നന്നായിട്ട്. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് വരുള്ളൂ. കണ്ടോ ഇതുപോലെ. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്താരണം കൊണ്ട് തന്നെയാണ് ഈ വെണ്ടക്ക പെട്ടെന്ന് സ്റ്റിക്കി ആയിട്ട് വരും, ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് ഇത് പുരട്ടി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഈ വെണ്ടക്ക ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് വൈകാതെ തന്നെ പെട്ടെന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടി ഞാനൊരു ചട്ടി, ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിൽ എടുത്താലും മതിയാവും കേട്ടോ. എന്തായാലും എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഇത് ഇട്ടാൽ മതി. എണ്ണ നന്നായിട്ട് ബോയിലാവട്ടെ, അപ്പോഴത് നല്ല കറുകറുപ്പായിട്ട് വരുള്ളൂ ഫ്രൈ ചെയ്യുമ്പോൾ. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, എണ്ണ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡീപ്പ് ഫ്രൈയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് എണ്ണ കൂടുതൽ ഒഴിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് അത്രയും ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ കറിവേപ്പില ആവശ്യത്തിന് നന്നായിട്ട് കറിവേപ്പില ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അതിൻ്റെ ഒരു ഫ്ലേവർ. അത് മിക്സറൊക്കെ വറുക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഒന്ന് അതിൻ്റെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ഒന്ന് വിടർത്തി കൊടുക്കണം. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും, ഒരുപാട് സമയമൊന്നും വേണ്ടത്. ഇടയ്ക്ക് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വെണ്ടക്കയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പ് മസാല ചേർക്കുമ്പോൾ ഉപ്പ് ചേർക്കുമ്പോഴാണ് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്നത്. അതേസമയം നമ്മൾ മസാല തേച്ച് കുറച്ച് സമയം ഉപ്പ് തേക്കാതെ കുറച്ച് സമയം നമുക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് ഫ്രൈ ആക്കുന്ന സമയത്ത് ഉപ്പ് തേച്ചാൽ മതി. ഉപ്പ് തേച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കണം. ഉണ്ടാക്കിയത് ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് എണ്ണയൊന്നും തീരെ കൂടുതൽ വേണ്ടി വരില്ല. കണ്ടോ, എണ്ണ നമ്മൾ ഒഴിച്ച എണ്ണ അതിൽ തന്നെ കിടക്കുന്നുണ്ട്. നമുക്കിതിൽ എണ്ണ പോയതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള എണ്ണ അതിലുണ്ടെങ്കിൽ അതിൽ വലിച്ചെടുത്തോളൂ.
ഇടുമ്പോൾ തന്നെ ഒരു ചെറിയൊരു സൗണ്ട് വരുന്നുണ്ട്, ഒരു കറുകറുപ്പായിട്ടുള്ളൊരു സൗണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണിത്. ഇത് കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ നിർത്താൻ തോന്നില്ല, കഴിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഇത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഇത് വെണ്ടയ്ക്കയാണെന്ന് തീരെ നമുക്ക് മനസ്സിലാവില്ല. നല്ല ക്രിസ്പിയാണല്ലോ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ വേറെ എന്തോ സാധനം കഴിക്കണ പോലെ തോന്നുള്ളൂ. അപ്പോൾ വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കും ഒക്കെ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ അവർക്ക് നല്ലതാണ് കഴിച്ചോളുത്. അതുപോലെ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റിയൊരു ഫ്രൈ ആണിത്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള വെണ്ടയ്ക്ക ഇതുപോലെ ബാക്കിയുള്ള എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കറിവേപ്പില ഇടാൻ മറക്കരുത്. അതിൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ നന്നായിട്ട് നല്ലൊരു ഫ്ലേവറാണിത് കറിവേപ്പില ഇതിലേക്ക് ഇടുമ്പോൾ. അപ്പോൾ ബാക്കിയുള്ളതും ആയിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം കോരിയെടുക്കാം. അപ്പോൾ നമ്മളെ ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒഴിച്ചെണ്ണ അതുപോലെ തന്നെ ഉണ്ട്. നമ്മൾ വെണ്ടക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടുമ്പോൾ തൈര് മാത്രം മതിയാവും ഇതിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ വലിയവർക്കായാലും ഒരു തൈരും ഒരു ചെറിയൊരു കറിയും കൂടി ഉണ്ടെങ്കിൽ വെണ്ടക്ക ഫ്രൈ ചേർത്ത് സുഖമായിട്ടൊരു ഊണ് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.